രോഹിണി നക്ഷത്രം. രോഹിണി നക്ഷത്രക്കാർ സാധാരണയായിട്ട് മറ്റുള്ളവരുടെ മനസ്സറിയുന്നവരായിരിക്കും. നല്ല ആകർഷണ വ്യക്തിത്വം ഇവർക്ക് നന്നായിട്ടുണ്ടാവും. നിങ്ങൾ എന്തായാലും സമ്പത്തിന്, സൗന്ദര്യത്തിന്, ലക്ഷറിക്ക് വേണ്ടിയിട്ട് നല്ല മുൻതൂക്കം നിങ്ങൾ എന്തായാലും കൊടുക്കുകയും ചെയ്യും. നിങ്ങളുടെ സ്വഭാവം അങ്ങനെയാണ്. ആ മുൻതൂക്കം കൊടുക്കുന്നത് നന്നായിരിക്കും. കാരണം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പരിശ്രമിക്കണവും കൊണ്ട് നിങ്ങൾ എന്തായാലും ഉയരങ്ങളിലേക്ക് മാത്രമേ പോവുകയുള്ളൂ. അത് നിങ്ങൾക്ക് നല്ലത് മാത്രമേ ഉണ്ടാവുള്ളൂ. എന്നും പറഞ്ഞിട്ട് നിങ്ങൾ ലക്ഷറിക്ക് പിന്നാലെ പോവരുത്. അതെന്തായാലും നിങ്ങളെ കടക്കെണിയിലാക്കുകയും ചെയ്യും. പക്ഷെ സമ്പത്തിന് പുറകെ കുറച്ച് കൂടുതൽ പോവുക. എന്നാൽ കാലാകാലങ്ങളിൽ സമ്പത്തിന് പുറകെ പോകുന്നത് നിർത്തുന്നതായിരിക്കും നിങ്ങൾക്ക് ഗുണം ചെയ്യുക. നിങ്ങൾ പലപ്പോഴും ജോലിയിലും ബാക്കിയുള്ള കാര്യത്തിലും ഓവർ അറ്റാച്ച്മെന്റ് കാണിക്കും. മീൻസ് റിലേഷൻഷിപ്പിലൊക്കെ നല്ല ഓവർ അറ്റാച്ച്മെന്റ് കാണിക്കും. അത് കാണിച്ചാൽ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ ഇട്ടിട്ട് പോകാനേ സാധ്യതയുള്ളൂ. നിങ്ങൾ പൊസസീവാണ്, ജലസി കൂടുതലാണ് എന്നൊക്കെ അവർ പറയും. നിങ്ങൾക്ക് ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള കഴിവ് നല്ല കൂടുതലാണ്. അതായത് ബിസിനസ് മാർക്കറ്റിംഗ്, എഴുത്ത്, വായന, ചിത്രം വര, സംഗീതം, സിനിമ, ഇതിലൊക്കെ നല്ല കഴിവ് നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ ഉണ്ട്. ഈ കഴിഞ്ഞ സെപ്റ്റംബറിൽ നിങ്ങൾക്ക് എന്തായാലും ജോലി സ്ഥലത്ത് ഒരു റെക്കഗ്നിഷൻ കിട്ടിയിട്ടുണ്ട്. ഈ റെക്കഗ്നിഷൻ കിട്ടിയതും കൊണ്ട് വേറെ ജോലിക്കാരെല്ലാം ചിലപ്പോൾ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടാവാം. പാർട്ട്നേഴ്സായിട്ട് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ്. അത് നമുക്ക് തീർക്കാവുന്നതേ ഉള്ളൂ. ചിലര് പെട്ടെന്ന് തന്നെ വലിയ ചിലവ് എന്തായാലും വന്നിട്ടുണ്ടാവും. ലോണ്, ക്രെഡിറ്റ് കാർഡ് എന്നിവ ഉപയോഗിച്ചിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കും നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവുക. ഉറക്കം കുറഞ്ഞിട്ടുണ്ടാവും. ആങ്സൈറ്റി, സ്റ്റൊമക്ക് പ്രശ്നങ്ങൾ എന്തായാലും നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും. രോഹിണിക്കാർക്ക് എന്തായാലും ഒക്ടോബറിൽ ഒരു പുതിയ ജോബ് ചേഞ്ച്, ട്രാൻസ്ഫർ എന്തായാലും ഉണ്ടാവും. ജോലി ഇല്ലാത്തവർക്ക് കിട്ടാനും സാധ്യത വളരെ കൂടുതലാണ്. ബിസിനസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും പാർട്ട്ണർ എടുക്കുമ്പോൾ ഒരു ഡബിൾ ചെക്ക് ചെയ്യണം. ഒരു കാര്യമായിട്ട് പാർട്ട്ണറുടെ അടുത്ത് പറയാതിരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് എന്തായാലും ഗുണം ചെയ്യുക. ഒരു ട്രാൻസ്ഫർ എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവും. അത് കാര്യമാക്കണ്ട. അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ തീരുമാനം പോലെ ഇരിക്കും മുന്നോട്ടുള്ള കാര്യങ്ങൾ. സിംഗിളായ രോഹിണിക്കാർക്ക് പുതിയൊരു പ്രപ്പോസൽ വരും. പക്ഷെ നിങ്ങൾ ഓവർ അറ്റാച്ച്മെന്റ് ആദ്യം തന്നെ കാണിക്കരുത്. അപ്പോൾ തന്നെ അത് ഇട്ടിട്ട് പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. മാരേജ് കപ്പിൾസിന് ഒരു സന്തോഷ വാർത്ത പരമാവധി ഉണ്ടാവും. ഒരു കുഞ്ഞിക്കാല് കാണാൻ നിങ്ങൾക്ക് യോഗമുണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ്. ഒക്ടോബറിൽ എന്തായാലും ഫിനാൻഷ്യൽ ലക്ക് ഉണ്ട്. ലോട്ടറി പോലെയുള്ള കാര്യങ്ങൾ അടിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ ലക്ഷറി ഐറ്റംസ് വാങ്ങിയിട്ട് ഓവർ എക്സ്പെൻസ് ചെയ്യും. നിങ്ങൾ എന്തായാലും കടക്കണിയിലാവുകയും ചെയ്യും. ഈ സെപ്റ്റംബറിൽ പാർട്ട്ണറായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒക്ടോബറിൽ ആ മിസ്അണ്ടർസ്റ്റാൻഡിങ് എന്തായാലും നിങ്ങൾ ക്ലിയർ ചെയ്യുകയും ചെയ്യും. ഒരു ഇമോഷണൽ ബോണ്ടിങ് ഉണ്ടാവുകയും ചെയ്യും. ആ സമയത്ത് നിങ്ങൾ ഒരു ട്രിപ്പ് ഒന്നും പോകേണ്ട ആവശ്യമില്ല. ഒരു കാമായിട്ടുള്ള അടുത്തുള്ള ഏതെങ്കിലും സ്ഥലത്ത് നിങ്ങൾക്ക് മാത്രമുള്ള പ്രൈവറ്റ് സ്പേസിൽ നിങ്ങൾ സംസാരിക്കുന്നത് നിങ്ങൾക്ക് ഗുണം ചെയ്യും. ഒക്ടോബറിൽ ഇമോഷണലായി ഓവർ ആക്ട് ചെയ്യാതെ പരമാവധി മിണ്ടാണ്ട് ഇരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഗുണം ചെയ്യുക. വല്ല ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ് വേണ്ട, ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് മാത്രമേ നിങ്ങൾ ഇപ്പോൾ എന്തായാലും ചെയ്യാൻ പാടുള്ളൂ. ഫാമിലിക്കും പാർട്ട്നേഴ്സിനും കൂടുതൽ സമയം കൊടുക്കുക. കൂട്ടുകാരായിട്ട് അധികം നിങ്ങൾ സംസാരിക്കാതെ ഇരിക്കുന്നതായിരിക്കും നല്ലത്. ഫാമിലിക്കും പാർട്ട്ണറിനും കൂടുതൽ സമയം കൊടുക്കുക. കൂട്ടുകാരായിട്ട് ഓവർ ടൈം സ്പെൻഡ് ചെയ്യാതിരിക്കുക.